ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കണ്ണാടിയൊക്കെ നല്ല വെട്ടിത്തിളങ്ങാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. സാധാരണ കണ്ണാടിയിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുണി ഉപയോഗിച്ചാണ് തുടക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വൃത്തി വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനായി ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. സാധാ വിനാഗിരി മതി, ഫ്രൂട്ട് വിനാഗിരി ഒന്നും വേണ്ട, സാധാ ഒരു വിനാഗിരിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി, സാധാരണ വെള്ളമാണ് കേട്ടോ, വെള്ളം കൂടി ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് മിക്സും കൂടിയാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറയട്ടെ, കണ്ണാടി ഒരിക്കലും നിങ്ങൾ തുണി ഉപയോഗിച്ച് തുടയ്ക്കരുത്. കണ്ണാടി വൃത്തിയാകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മൾ സാധാ ന്യൂസ് പേപ്പർ വെച്ച് തുടയ്ക്കാവൂ. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ച് മാത്രമേ തുടയ്ക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, ന്യൂസ് പേപ്പർ വെച്ച് തുടച്ചാൽ മാത്രമേ വൃത്തിയാവൂ. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നല്ല, വിനാഗിരിയും കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറൊന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനുശേഷം നമ്മുടെ കണ്ണാടിയിലൊക്കെ ഇത് ഒരു അല്പം സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ന്യൂസ് പേപ്പർ, ഉണങ്ങിയ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയ ന്യൂസ് പേപ്പർ, വെറ്റായ ന്യൂസ് പേപ്പർ ഒക്കെ വെച്ചിട്ട്, ഡ്രൈ ആയതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. കണ്ണാടിക്ക് നല്ല നല്ല തിളക്കമുള്ളതായിട്ട് മാറും. ഇനി നിങ്ങൾ വിനാഗിരി ഒഴിച്ച് തുടയ്ക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കടലാസ് ഒരു അല്പം നനച്ച് തുടക്കുകയാണെങ്കിൽ തന്നെ നന്നായി സാധാരണ വെള്ളം ഉപയോഗിച്ച് നന്നായി നനച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ ന്യൂസ് പേപ്പർ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിലും നമ്മുടെ കണ്ണാടി നല്ല ക്ലിയർ ആവും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കണ്ണാടിക്ക് മാത്രമല്ല കേട്ടോ ഒരു ക്ലാരിറ്റി വരുന്നത്, നമ്മൾ ബൈക്കിന്റെ അതുപോലെ തന്നെ കാറിന്റെ ഒക്കെ കണ്ണാടി ഇതുപോലെ ഒന്ന് നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല വൃത്തി ഉണ്ടാവും. അതുപോലെ തന്നെ ഹെൽമെറ്റിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമുക്ക് ഒരു പൊടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതിലൂടെ നോക്കി ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ആക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് സ്പ്രേ അടിക്കുകയാണെങ്കിൽ അധികം ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാനും വേണമെങ്കിൽ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ക്ലിയർ ആക്കാൻ കുറച്ചും കൂടി അടിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. വെറും വിനാഗിരി വെള്ളം ഉപയോഗിച്ചത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ ഈ ടിപ്പ് ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യുക, ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.